ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ, വർത്തമാന പുസ്തകം, പാണ്ഡവും പൊരുളും, ഒരു ചരിത്ര വിചാരം പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 24ാമത്തെ ക്ലാസ്സാണ് നമ്മളെടുക്കുക. 26ാമത്തെ പാഠമാണ് ക്ലാസ്സിൻ്റെ പഠന വിധേയമാക്കുന്നത്. വർത്തമാന പുസ്തകത്തിലെ 154 മുതൽ 159 വരെയുള്ള പേജുകളിലാണ് ഈ 26ാം പാഠം ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മുൻപ് ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് പോലെ പാഠപുസ്തകം നല്ലതുപോലെ വായിക്കണം, അതിനുശേഷം ക്ലാസ് കേൾക്കണം. അല്ല എങ്കിൽ ഈ ക്ലാസ് കേട്ടതിന് ശേഷം വർത്തമാന പുസ്തകത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന പേജുകൾ 154 മുതൽ 159 വരെയുള്ള പേജുകൾ വായിക്കണം. അപ്പോൾ കൂടുതൽ സഭാചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ വർത്തമാന പുസ്തകം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടും കൂടി ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പമുള്ളൂ. ക്ലാസ് ആയതുകൊണ്ട് ഒത്തിരി നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി വളരെ ചുരുക്കത്തിലും എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലുമാണ് ക്ലാസ്സുകൾ നൽകുക. അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ പാഠപുസ്തകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും വർത്തമാന പുസ്തകത്തിൻ്റെ നൽകിയിരിക്കുന്ന പേജ് നമ്പറുകളിലെ പാഠങ്ങൾ വായിച്ചു പോകണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഈശോയെ, ഞങ്ങളെല്ലാവരെയും, ഈ ക്ലാസ് കേൾക്കുന്നവരെയും ഈ ക്ലാസ്സിന് വേണ്ടി അധ്വാനിക്കുന്നവരെയും എല്ലാവരെയും ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകൾ 25 ദിവസങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഈശോയെ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ നീ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സംരക്ഷണം, കരുതൽ, ഇതിന് പ്രത്യേകമായ ഇടപെടൽ, ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സഭയുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ ഈ പഠനം ഞങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നുണ്ട്. ഈശോയെ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയും പ്രകാശിപ്പിച്ച് ശക്തിപ്പെടുത്തി ഈ വർത്തമാന പുസ്തകത്തിൻ്റെ പഠനങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിലും മനസ്സിലാക്കുന്ന രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും കരുതലും ഞങ്ങളുടെ പഠന സമയത്തും മുന്നോട്ടുള്ള സമയങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കണമേ. സഭയുടെ സംരക്ഷകനായ മറിയൂസ പിതാവേ, ഞങ്ങളുടെ പഠന സമയത്തും മുന്നോട്ടുള്ള സമയങ്ങളിലും ഈശോ ഞങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളിലുള്ള ഈശോയെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളിൽ ഈശോയെ വളർന്നു വരുവാനായിട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങളും സഭയോടുള്ള സ്നേഹത്തിൽ വളരട്ടെ. സഭാ സ്നേഹത്തിൽ വളരുന്ന നല്ല മക്കളായി തീരുവാൻ ഈ ക്ലാസ് കേൾക്കുന്നവരും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമായ സഭയിലെ ഏറ്റവും നല്ല പ്രേക്ഷിതരായി സഭാതനയരായി ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 26ാം പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുക. പാറേമാക്കൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകത്തിലെ 26ാം പാഠം. അത് കപ്പൽ യാത്രയിലെ കഷ്ടപ്പാടുകളെയും ദൈവവിശ്വാസത്തെയും കുറിച്ചുള്ള വളരെ ഹൃദയസ്പർശിയായ ഭാഗമാണ്. 1778 ഒക്ടോബർ 14, അതായത് തുലാമാസം 14-ാം തീയതി സംഘം കപ്പലിൽ കയറി ചിന്നപട്ടണം, കൂടല്ലൂർ എന്നിവിടങ്ങളിൽ തങ്ങിയ ശേഷമാണ് കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചത്. പരിചയമില്ലാത്തവരോട് പണം ഇടപാടുകൾ നടത്തുന്നതിൽ സൂക്ഷിക്കണമെന്ന് കപ്പലിലെ വികാരി മൽപ്പാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രണ്ടാമത്തെ ആശയം, കപ്പലിലെ ജീവിതവും സ്വീകാര്യതയും. ആദ്യമൊക്കെ കപ്പൽ അധികൃതർ ഗൗരവത്തോടെയാണ് പെരുമാറിയതെങ്കിലും മൽപ്പാൻ്റെയും സംഘത്തിൻ്റെയും വിനയവും എളിമയും കണ്ട് അവർക്ക് ബഹുമാനം തോന്നി. പിന്നീട് സ്നേഹപൂർവ്വം പെരുമാറുകയും താമസത്തിനായി സൗകര്യപ്രദമായ മുറി നൽകുകയും ചെയ്തു. നമുക്കറിയാം, ഈ കപ്പൽ യാത്രയുടെ ആരംഭത്തിൽ
സത്യത്തിൽ അവർ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. കപ്പലിൽ കയറാനുള്ള അനുവാദം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടും പല വിധത്തിലും പരിശ്രമിച്ച് അവർക്ക് കിട്ടാതെ വന്നതിന് ശേഷമാണ് കയറുന്നത്. അതുകൊണ്ടാണ് അവർ ആ കപ്പലിൽ കയറിയപ്പോൾ അവരുടെ പെരുമാറ്റം ആദ്യ ഭാഗത്ത് അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നുവെങ്കിലും അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ഇല്ലായിരുന്നുവെങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു സ്വീകാര്യതയായി തീർന്നു. ഇതെല്ലാം എപ്പോഴും ഗ്രന്ഥകർത്താവ് കാണുന്നത് തമ്പുരാൻ അവരുടെ യാത്രയെ എപ്പോഴും സംരക്ഷകനായി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് കൂടിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും പീഡനങ്ങളും. ഭക്ഷണക്രമത്തിലെ മാറ്റവും നാടിൻ്റെ കാലാവസ്ഥയും കാരണം യാത്രക്കാർക്ക് കഠിനമായ ചൊറിയും വ്രണങ്ങളും ഉണ്ടായി. മൽപ്പാൻ്റെ കൈകാലുകൾ നീര് വെച്ച് വീങ്ങുകയും ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. പ്ലാവിലെ കുമ്പിൾ ഉപയോഗിച്ചാണ് അദ്ദേഹം കഞ്ഞി കുടിച്ചിരുന്നത്. രാത്രിയിൽ വേദന മൂലം ഉറങ്ങാൻ കഴിയാതെ അദ്ദേഹം കപ്പലിൻ്റെ തട്ടിൽ ഉലാത്തി പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ പൂർവികർ അവരുടെ യാത്രയിൽ സഹിച്ച വേദനകളുടെ ഒരു ആഴമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഈ ഭാഗത്തൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ സഭ്യരോടുകൂടെ പലപ്പോഴും സ്നേഹിച്ച് കൂടെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലും വരുന്നൊരു കാര്യം ഇതാണ്, ഈ എന്തെങ്കിലും വിഷമങ്ങൾ സങ്കടം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ പിന്മാറുക ചെയ്യും. പക്ഷേ ഇവിടെ മൽപ്പാൻ്റെ ഒരു ശൈലി നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. തമ്പുരാനോടുള്ള പ്രാർത്ഥനയിൽ ആഴപ്പെടാനായിട്ടാണ്. അത് സഭയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. മുന്നോട്ടുള്ള ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മൽപ്പാൻ്റെ മനക്ലേശവും ആശങ്കയും. തൻ്റെ രോഗം വർദ്ധിച്ചപ്പോൾ മൽപ്പാൻ ഏറെ ദുഃഖിച്ചു. താൻ മരിച്ചുപോയാൽ മലയാളക്കരയുടെ സഭയുടെ കാര്യം എന്താകുമെന്നും കൂടെയുള്ള കുട്ടികൾ ഭാഷ അറിയാതെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും അദ്ദേഹം ആകുലപ്പെട്ടു. അതാണ് ഏറ്റവും വലിയൊരു വേദനയുണ്ടായിരുന്നത്. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വേദന എന്ന് പറയുന്നത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു ദൗത്യത്തോടു കൂടിയാണ് യാത്ര പുറപ്പെട്ടത്. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ കാര്യം എന്തായിത്തീരും, സഭയെക്കുറിച്ചുള്ള വലിയൊരു തീക്ഷ്ണതയിലാണല്ലോ യാത്ര ചെയ്യുക. അതൊരു വേദനയാണ്. അതുപോലെ തന്നെ കൂടെ ഭാഷ അറിയാതെ ഉള്ള കുട്ടികളുമുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ളൊരു ശ്രദ്ധയുണ്ടായിരുന്നു. അതാണ് വലിയൊരു തീക്ഷ്ണത ദൈവം അയച്ചു എന്നതിൻ്റെ വലിയൊരു തെളിവും അതുപോലെ സഭയെ സ്നേഹിക്കുന്നതിൻ്റെ വലിയൊരു മനോഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ തൻ്റെ മരണത്തിൽ ശത്രുക്കൾ സന്തോഷിക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് രോഗശാന്തിയും അത്ഭുതകരമായ തിരിച്ചുവരവും. വൈദ്യന്മാർ കൈയൊഴിഞ്ഞ അവസ്ഥയിൽ അവർ ദൈവത്തിൽ ശരണം പ്രാപിച്ചു. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളന് വെള്ളിക്കാല് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൽപ്പാൻ്റെ രോഗത്തിന് ശമനം ലഭിക്കുന്നു. അങ്ങനെ 1779 ഫെബ്രുവരിയിൽ അവർ ആഫ്രിക്കയിലെ വെൻഗല തുറമുഖത്ത് എത്തി. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. കപ്പൽ യാത്രയിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകളും ആ കഷ്ടപ്പാടുകളുടെ സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചതും അങ്ങനെ സഭയോടുള്ള യഥാർത്ഥമായ ഒരു സ്നേഹ ചൈതന്യം നമുക്ക് ഈ ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. വർത്തമാന പുസ്തകത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ സഭയെ എങ്ങനെ സ്നേഹിച്ചുവെന്നും അതോടൊപ്പം തന്നെ അവരെടുത്ത കഷ്ടപ്പാടുകൾ എന്താണെന്നും ആ കഷ്ടപ്പാടുകൾ എങ്ങനെയാണ് അവർ സഭയുടെ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ ദൈവിക ചിന്തയോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ കഷ്ടപ്പാടുകളെ സഹിച്ചതെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സഭയിൽ നിന്നും അല്ലെങ്കിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് സഭയിൽ നിന്നും നമ്മൾ പിന്മാറുന്നു. നമ്മൾ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളിൽ നിന്നും നമ്മൾ പരിപൂർണമായിട്ടും വിച്ഛേദിച്ച് മാറി നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു ശൈലിയാണ് നമ്മൾ കാണുക. പക്ഷേ മൽപ്പാനും സഹകൂട്ടുകാരും ഒക്കെ ചെയ്തത് എങ്ങനെയാണ്, സഭയെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തു വയ്ക്കുകയും സഭയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ
ചങ്കുറപ്പോടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യണം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വർത്തമാന പുസ്തകം പേജ് നമ്പർ 154 മുതൽ 150 വരെയുള്ള 59 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നതിൽ മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ. നമുക്ക് ക്ലാസ് കഴിഞ്ഞു, ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. സംഘം കപ്പലിൽ പ്രവേശിച്ചത് എന്നാണ്? 1778 ഒക്ടോബർ 14. പണമിടപാടുകളെക്കുറിച്ച് മൽപ്പാന് മുന്നറിയിപ്പ് നൽകിയത് ആര്? കപ്പലിലെ വികാരി. സംഘത്തിൻ്റെ എളിമ കണ്ടപ്പോൾ കപ്പൽ അധികൃതർ അവർക്ക് നൽകിയ പ്രത്യേക സൗകര്യം എന്തായിരുന്നു? മരിച്ചുപോയ മുൻ കപ്പിത്താൻ്റെ മുറിയും കട്ടിലുകളും നൽകി. യാത്രാമധ്യേ മൽപ്പാനെയും സംഘത്തെയും അലട്ടിയ പ്രധാന ശാരീരിക ബുദ്ധിമുട്ട് എന്തായിരുന്നു? ദേഹമാസകലമുണ്ടായ ചൊറിയും കുഷ്ഠം പോലെയുള്ള വ്രണങ്ങളും. കൈകൾ വീങ്ങി ഭക്ഷണം കഴിക്കാൻ വയ്യാതിരുന്നപ്പോൾ മൽപ്പാൻ എങ്ങനെയാണ് കഞ്ഞി കുടിച്ചത്? പ്ലാവിലെ കുമ്പിൾ ഉപയോഗിച്ച്. വ്രണങ്ങളുടെ വേദന മൂലം രാത്രിയെ മൽപ്പാൻ സമയം ചെലവഴിച്ചിരുന്നത് എങ്ങനെ? ഉറങ്ങാൻ കഴിയാതെ കപ്പലിൻ്റെ മേൽത്തട്ടിലൂടെ ഉലാത്തി പ്രാർത്ഥിച്ചുകൊണ്ട്. കൊടുങ്ങല്ലൂർ രൂപതയ്ക്കു വേണ്ടി തോമാ കത്തനാർ പ്രത്യേകം പ്രാർത്ഥിക്കാൻ കാരണമെന്ത്? മെത്രാപ്പോലീത്ത കാലം ചെയ്തതിനെ തുടർന്ന് രൂപതയ്ക്ക് മെത്രാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. തോമാ കത്തനാർ ആ രൂപതക്കാരനായിരുന്നു. മൽപ്പാൻ മരിക്കുമെന്ന് ഭയപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആകുലപ്പെട്ടത് എന്തിനെക്കുറിച്ചാണ്? തൻ്റെ കൂടെയുള്ളവർ ഭാഷ അറിയാതെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും സഭയുടെ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്നും ഓർത്ത്. രോഗാവസ്ഥയിൽ കപ്പലിലെ വൈദ്യൻ നിർദ്ദേശിച്ച ഭക്ഷണക്രമം എന്തായിരുന്നു? അരി വേവിച്ച കഞ്ഞി കുടിക്കാൻ. ആരുടെ മധ്യസ്ഥതയിലാണ് മൽപ്പാന് രോഗശാന്തി ലഭിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു? വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാൻ. മൽപ്പാൻ്റെ രോഗശാന്തിക്കായി അവർ നേർന്ന നേർച്ച എന്തായിരുന്നു? വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളന് ഒരു വെള്ളിക്കാൽ ആണ് നേർന്നത്. 1779 ഫെബ്രുവരിയിൽ കപ്പൽ അടുത്ത ആഫ്രിക്കൻ തുറമുഖം ഏതായിരുന്നു? വെൻഗല.